In this video, I'm going to explain about recombinant DNA or rDNA technology and its applications, which is an important topic of pharmaceutical biotechnology of 6th semester BPharm under Kerala University of Health Sciences, Thrissur. So this video I'm going to explain in Malayalam, which is the mother tongue of Kerala. So other viewers can please excuse me and you can skip this video. So coming to the recombinant DNA technology, in another word, there are a lot of another synonyms or other terms which is expressed to explain recombinant DNA technology. That is genetic engineering, gene cloning, genetic modification or new genetics. These are the other terms which are used for recombinant DNA technology or genetic engineering. So it mainly involves the manipulation of genetic material to achieve the desired goal in a predetermined way. So in order to achieve one desired goal, what we have to prepare that we will determine previous itself, and we will modify or we will manipulate the genetic material in predetermined way. That is the definition of genetic engineering. So coming to the introduction of recombinant DNA technology. So here we may require some new genes which will express in our desire. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ജീൻ എക്സ്പ്രഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് ആ ജീൻ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെല്ലിൻ്റെ അകത്തുള്ള ജീനിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോമിനൻ്റ് DNA ടെക്നോളജി. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് കിട്ടാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ജീൻസുകളും നമ്മൾ ഇതിൽ എടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു DNA മോളിക്യൂളിനെ ഇൻവിട്രോ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ജീൻ എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സെല്ലിൻ്റെ അകത്ത് DNA അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്ത് DNA അകത്തോട്ട് പോകുന്ന സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഒരു സീരീസ് ഓഫ് ബേസ് പെയേഴ്സുകൾ 3 ബേസ് പെയേഴ്സുകൾ ഒരുമിച്ച് നിൽക്കുന്നതിന് നമ്മൾ കോഡോൺ എന്ന് പറയും. അങ്ങനെ കുറേ അധികം 3 കോഡോൺസുകൾ അടുപ്പിച്ച് വരുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ട് പ്രോട്ടീനിന് ആവശ്യമായിട്ടുള്ള സീരീസ് ഓഫ് കോഡോൺസിനെ പറയുന്ന പേരാണ് ജീൻ എന്ന് പറയും. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ജീൻ നമുക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്പിൾ കോഡെക്സുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പോർഷൻ, അത് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നിൽ കൂടുതൽ ജീൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീൻസുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ജീനിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു DNA അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അതിനെ ലിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ട് ആ സെല്ലിനെ ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ടെക്നോളജി ഓഫ് പ്രിപ്പയറിംഗ് റീകോമിനൻ്റ് DNA in vitro by cutting up DNA molecules and splicing together the fragment from more than one organism to achieve a desired goal in a predetermined way. So organism DNA plus foreign DNA we will get a recombinant DNA. ഇത് ചെറിയ സെല്ലിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഓർഗാനിസത്തിൽ, അതായത് മൈക്രോ ഓർഗാനിസത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ പ്ലാന്റിൽ ചെയ്യാം, അതല്ലെങ്കിൽ അനിമൽസിൽ ചെയ്യാം. ഓർഗാനിസം വലുതാവുന്നതിനനുസരിച്ച് നമ്മളത് ഓർഗാനിസത്തിലോട്ട് വരുന്ന സമയത്ത് ട്രാൻസ്ജനിക് ഓർഗാനിസം നമുക്ക് അങ്ങനെ കിട്ടുന്ന ഓർഗാനിസം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു ഓർഗാനിസം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ ജനറ്റിക് വേരിയേഷൻ നടത്താൻ പറ്റുമെന്നല്ല. അതിൻ്റെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം നോർമലായിട്ട് അതിൻ്റെ പ്രോസസ്സ് വഴി നമുക്ക് കിട്ടുന്ന ഓർഗാനിസം, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി, പ്രഗ്നൻസി, ഡെലിവറി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓർഗാനിസത്തിനായിരിക്കും നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾസുകളൊക്കെ എക്സ്പ്രസ് ചെയ്യുക എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ട് ടേം ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ടെക്നോളജി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ബോയർ ആൻഡ് കോഹൻ എന്ന് പറയുന്ന 1975 എന്ന് പറയുന്ന സമയത്താണ് അതിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ ഇനി ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. നമുക്ക് ആദ്യം തന്നെ ഒരു ഡിസൈർഡ് പീസ് ഓഫ് ഡി എൻ എനെ സെലക്ട് ചെയ്യണം, വിച്ച് ഹാവ് ടു ബി ഇൻസേർട്ടഡ് ടു അനദർ മോളിക്യൂൾസ്. ഈ പറയുന്ന നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ജീനിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ വേണം, ദാറ്റ് ഈസ് നോൺ ആസ് വെക്റ്റർ ഓർ പ്ലാസ്മിഡ്, ടു ക്രിയേറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റീകോമിനൻ്റ് ഡി എൻ എ വെക്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്തോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് അതിൻ്റെ ആവശ്യം. ഹോസ്റ്റ് സെല്ലിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ജീന് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, അതിനെ എക്സ്പ്രസ് ചെയ്യും. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള റീകോമിനൻ്റ് ആയിട്ടുള്ള ഒരു ജീനെ കിട്ടുകയും ചെയ്യും, ആ ജീനെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് ജീനിനെ കട്ട് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ജീനുകളായിരിക്കാം. അതെല്ലാം കൂടി ആ ജീന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ വേണം, ദാറ്റ് ഈസ് നോൺ ആസ് വെക്റ്റർ. നമ്മളിവിടെ പ്ലാസ്മിഡ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ റീകോമിനൻ്റ് ആയിട്ടുള്ള വെക്റ്ററിനെ നമ്മളൊരു ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി. നോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ജീൻ ക്ലോണിങ് ഓർ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മളിതിൽ എന്തൊക്കെ ഇനി ആഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഒരു ഡിസൈഡ് ജി എൻ എ അല്ലെങ്കിൽ ജീൻസുകളെ കട്ട് ചെയ്തെടുക്കണം, അതൊരു വെക്റ്റർ പ്ലാസ്മിഡുമായിട്ട് ലിഗേറ്റ് ചെയ്യുക എന്ന് പറയും. ലിഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എൻസൈംസുകളൊക്കെ യൂസ് ചെയ്യും, അത് ചെയ്യണം. അതിനുശേഷം ഇതിനെ നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് ജീൻ ട്രാൻസ്ഫർ നടത്തണം. ജീൻ ട്രാൻസ്ഫർ നടത്തി അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജെനറ്റിക് എഞ്ചിനീയറിംഗ്, റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി, ജീൻ ക്ലോണിങ് എന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന 6 സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എഴുതണം. സ്റ്റെപ്സ് ഇൻ ജീൻ ക്ലോണിങ്. അത് 10 മാർക്കിലോട്ട് വരുന്ന സമയത്ത് ഈ സ്റ്റെപ്പും ഇതിൻ്റെ ഫിഗറിൻ്റെയും കൂടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരും. എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ജീൻ ക്ലോണിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് ടാർഗറ്റ് ഡി എൻ എ. സാധാരണ ടാർഗറ്റ് ഡി എൻ എ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ജീൻ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ജീനിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, സാധാരണ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമാണ്, ഒരു ടൂളാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് ടാർഗറ്റ് ഡി എൻ എ ഓർ ജീൻസ്. ചിലപ്പോൾ ഒന്നായിരിക്കാം, ഒന്നിൽ കൂടുതൽ ജീൻസുകളായിരിക്കും. സെക്കൻഡ് വൺ, ഇൻസേർഷൻ ഓഫ് ഐസൊലേറ്റഡ് ഓർ ടാർഗറ്റ് ജീൻ ടു അപ്രോപ്രിയേറ്റ് വെക്ടർ. ഈ കിട്ടിയിട്ടുള്ള ജീനിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ ജീനിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടർ യൂസ് ചെയ്യുക. വെക്ടറിൻ്റെ പ്രത്യേകത ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ റെപ്ലിക്കേഷൻ. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുക, സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി എൻ എയാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസേർഷൻ ഓഫ് ഐസൊലേറ്റഡ് ഓർ ടാർഗറ്റ് ജീൻ ടു അപ്രോപ്രിയേറ്റ് വെക്ടർ. തേർഡ് സ്റ്റെപ്പ്, അപ്പോൾ നമുക്കൊരു റീകോമിനൻ്റ് വെക്ടർ കിട്ടും. നൗ തേർഡ് സ്റ്റെപ്പ് ഈസ് ട്രാൻസ്ഫർ ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമിനൻ്റ് വെക്ടർ ഇൻ ടു ആൻ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെല്ലായിരിക്കാം, പ്ലാന്റ് സെല്ലായിരിക്കാം, മമാലിയൻ സെല്ലായിരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് സെൽസുകൾ നമുക്ക് പഠിക്കും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് റീകോമിനൻ്റ് ഡി എൻ എ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുകയാണെങ്കിലും അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റെപ്സുകളാണ്. അങ്ങനെയുള്ള റീകോമിനൻ്റ് ഡി എൻ എനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളാണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് റീകോമിനൻ്റ് ഡി എൻ എ എന്ന് പറയുന്നത്. ഇനി റീകോമിനൻ്റ് ഡി എൻ എനെ മാത്രം അതിൻ്റെ ഗ്രോത്ത് ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് സെൽ ടു ബി ആംപ്ലിഫൈഡ് ഓർ ടു ക്ലോൺ ദ നമ്പർ. അതിൻ്റെ നമ്പർ കൂട്ടാൻ വേണ്ടി അത് മാത്രം റീകോമിനൻ്റ് ഡി എൻ എ ഉള്ള സെല്ലുകൾ മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിക്കവറി റീകോമിനൻ്റ് ഓഫ് റീകോമിനൻ്റ് വെക്ടേഴ്സ് ഓർ എക്സ്പ്രഷൻ ഓഫ് ടാർഗറ്റ് ജീൻ വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രോട്ടീൻസുകളായിരിക്കും സ്വാഭാവികമായിട്ടും സിന്തസിസ് ചെയ്യുക. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകളായിട്ടായിരിക്കും ഉണ്ടാകും. അപ്പോൾ ആ പ്രോട്ടീനെ റിക്കവർ ചെയ്യുക എന്ന് പറയുന്ന സ്റ്റെപ്സ്, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് സ്റ്റെപ്പ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ, സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോണറായിട്ടുള്ള ഡി എൻ എന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള നമ്മളെ ടാർഗറ്റ് ഡി എൻ എനെ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള വെക്ടർ പ്ലാസ്മിഡ് ഡി എൻ എ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. അവിടെയും നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ട് ആ നമ്മളെ ഡിസൈഡ് ഡി എൻ എ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും സ്ഥലം നമ്മൾ
റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നാൽ ഇത് രണ്ടും കൂടി നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ പേസ്റ്റായിട്ട് ഗമ്മായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് ഈ ഡിസൈഡ് ആയിട്ടുള്ള DNA പീസും കട്ട് ചെയ്തിട്ടുള്ള പ്ലാസ്മിഡിൻ്റെ ആ പ്ലേസിലോട്ട് DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്ലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് റീകോമിനൻ്റ് DNA എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് റീകോമിനൻ്റ് DNA ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹോസ്റ്റ് സെൽ. യൂഷ്വലി ഈക്വലി ആർ യൂസ്ഡ്. അത് DNA ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്തോട്ട് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതിനെ കൂടുതൽ മൾട്ടിപ്ലൈസ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കാണിക്കുന്ന സമയത്ത് അത് ജീൻ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചർ നിർബന്ധമായിട്ടും വരക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സ്റ്റെപ്സുകൾ, നമ്മൾ പറഞ്ഞ സ്റ്റെപ്സുകൾ ഭീകര ഫിഗറുകളായിട്ടൊന്നും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെയിം ആണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ പ്ലാസ്മിഡിലെ ചെറിയൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജനറ്റിക് ഹ്യൂമൻ DNA കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. DNA ലിഗേസ് യൂസ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അതിൻ്റെ ജീൻ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മീഡിയത്തിൽ ഗ്രോത്തൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് എഴുതാണെങ്കിലും സ്റ്റെപ്സും ഫിഗറും നിർബന്ധമായിട്ടുണ്ടാവണം. അതിനേക്കാൾ കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഐസൊലേഷൻ ഓഫ് ടാർഗറ്റ് DNA അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസുകൾ, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ്, അതുപോലെ കുറച്ച് എൻസൈംസുകളുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ വെക്റ്റർ എന്ന് പറഞ്ഞ സാധനം. ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് വെക്റ്റർ എന്ന് പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ടൂളാണ്. ദെൻ തേർഡ് വൺ ഈസ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്. ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ steps in genetic engineering or recombinant DNA technology. Okay, so now we are coming to the molecular tools. നമുക്ക് 3 ടൂൾസുകളാണ് ഇത് പഠിക്കാനുള്ളത്. ഒന്ന് എൻസൈംസുകൾ, മോളിക്കുലാർ ടൂൾസ് എന്ന് പറയുന്ന എൻസൈംസുകൾ. രണ്ടാമത്തായത് വെക്റ്റർ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഹോസ്റ്റ് സെൽ. ഈ 3 ടൂൾസുകളാണ് സാധാരണ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ടൂൾസ് എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. സോ ഫസ്റ്റ് ടൂൾ ഈസ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ഡിസൈഡ് ആയിട്ടുള്ള DNA കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇത് ഈക്വളൈ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് 2 രീതിയിലുള്ള കട്ട് മീൻസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണല്ലോ. അപ്പോൾ അതിന് 2 രീതിയിൽ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസുകൾ കട്ട് ചെയ്യാം. ഒന്നൊക്കെ 2 സ്ട്രാൻഡിൻ്റെയും ഒരേ സൈറ്റിൽ കട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 2 സൈറ്റിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് പെയറിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടാവും. നോ എക്സാമ്പിൾസ് ഫോർ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കുന്നൊരു സംഗതിയാണ്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞ് മാത്രം ചോദിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോ R1. ഇനി നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഈ പറയുന്ന പേരുകൾ കുറേ സ്ഥലത്ത് പറയാനുണ്ട്. അതുകൊണ്ടാണ് എക്കോ R1 ഈക്കോളേന്ന് കിട്ടിയിട്ടുള്ളത്. ആസ്കർഷ്യ കോളേ സ്ട്രെയിൻ RY13 എന്ന് പറയുന്നതിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ആ എക്കോ R1 എന്ന് പേര് വന്നത്. അതുപോലെ ഹിൻഡ് 333, 111, ബാം H1, HAE 111, നോട്ട് 1 ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഓർഗാനിസം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുക്കുന്നത്. നൗ സെക്കൻഡ് വൺ ഈസ് DNA ലിഗേസ്. സെക്കൻഡ് എൻസൈം ഈസ് DNA ലിഗേസ്. മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ജീൻസുകൾ വെക്ടറുമായിട്ട് ലിഗേറ്റ് ചെയ്യാൻ വേണ്ടി, കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമുകളാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ ലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് DNA ലിഗേസ് ഓർ DNA ജോയിനിങ് എൻസൈംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ദെൻ മെയിനായിട്ട് ഇതിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടു prevent unwanted ligation of DNA molecule. That is the alkaline phosphatase എന്ന് പറയുന്ന എൻസൈം. ദെൻ ഫോർത്ത് വൺ ഈസ് DNA മോഡിഫയിങ് എൻസൈം. DNA റെപ്ലിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകൾ, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് ന്യൂക്ലിയേസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. It is again classified to endonuclease and exonuclease. Endonuclease again classified to nuclease S1 to cut
single stranded DNA or RNA, deoxyribonuclease 1 to cut either single or double stranded DNA at the random site. So that is endonuclease, inside the DNA molecule. Then exonuclease, ടെർമിനൽ എൻഡിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എക്സോന്യൂക്ലിയസ് 3 പ്രൊട്രൂഡിങ് 5' കട്ടിങ് ഉണ്ടാക്കുന്നതാണ്. ദെൻ ന്യൂക്ലിയസ് ബാൽ 3 എക്സോന്യൂക്ലിയസ് എൻസൈമായിട്ടാണ്. രണ്ട് എൻഡുകൾ ഉണ്ടല്ലോ, 5' എൻഡും 3' എൻഡും. അപ്പോൾ 5' എൻഡിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സോന്യൂക്ലിയസ് എൻസൈംസുകളാണ് എക്സോന്യൂക്ലിയസ് 3 എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് ബാൽ 3 എന്ന് പറയുന്നത് രണ്ടാമത്. പോളിമറൈസ് എൻസൈം ടു മേക്ക് സിറോക്സ് കോപ്പി ഓഫ് DNA. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമുകളാണ് പോളിമറൈസ് എന്ന് പറയുന്നത്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. DNA ഫ്രം DNA കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ടു സിന്തസിസ് DNA ഫ്രം RNA. Now DNA dependent RNA polymerase to produce RNA from DNA. So these are the different polymerase enzymes. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് കയ്യിൽ ഒരു RNA മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസുകളാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ഓർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. Next one is enzyme modifying the end of DNA, alkaline phosphatase for the removal of terminal phosphatase, polynucleotide kinase, addition of phosphate group, terminal transferase, repeatedly add nucleotide to any available 3' terminal. So these are the different molecular tool or enzyme which are used in genetic engineering. Now coming to each steps in detail. First step is isolation of target DNA. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ജീനിനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വലിയൊരു ജനറ്റിക് മെറ്റീരിയലാണ് ഉണ്ടാവുക, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ജീന് മാത്രം മതി. അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ്. ഫസ്റ്റ് വൺ ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. നമ്മൾ നേരത്തെ പറഞ്ഞു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്. സെക്കൻഡ് വൺ ഈസ് കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കുക, കോംപ്ലിമെൻ്ററി DNA ക്ലോൺസുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് mRNA മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് mRNA RNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസുകൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ DNA പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു DNA മെക്കാനിക്കൽ ഷിയറിങ്, സോണിക്കേറ്ററോ ഹൈ സ്പീഡ് മിക്സേഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മെക്കാനിക്കൽ ഷിയറിങ് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള എൻസൈംസുകളുണ്ട്, ടാർജറ്റ് DNA ഉണ്ടാക്കുക. ദെൻ കെമിക്കൽ സിന്തസിസ്, നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് അമിനോ ആസിഡ് സീക്വൻസ് അറിയുമെന്നുണ്ടെങ്കിൽ അതിനെ സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണ് കെമിക്കൽ സിന്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അത് എവിടെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡിസേർഡ് സൈറ്റിൽ നിന്ന് 1000 പെയർ എവേ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്പ് 2 വിത്തിൻ ദ റെക്കഗ്നേഷൻ സൈറ്റിൽ കട്ട് ചെയ്യുന്ന എൻസൈംസുകളാണ് ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നൗ ടൈപ്പ് 3 25 ബേസ് പെയർ എവേ ഫ്രം ദ റെക്കഗ്നേഷൻ സൈറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് 25 ബേസ് പെയർ അപ്പാർട്ടാണ് കട്ട് ചെയ്യുക. നൗ ടൈപ്പ് 2S എന്ന് പറയുന്നത് 20 ബേസ് പെയർ ഫ്രം ദ റെക്കഗ്നേഷൻ സൈറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. നൗ ഇത് രണ്ട് രീതിയിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ബ്ലെൻഡ് ആൻഡ് പാറ്റേൺ അറ്റ് സെയിം പൊസിഷൻ, അതായത് നമ്മളിവിടെ ഇത് സ്ലൈഡിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ നേരെ താഴെയാണ് വരിക, ഈ ഗ്വാനിൻ്റെ നേരെ താഴെ സൈറ്റോസിൻ, ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന എക്കോ RV എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാറ്റേൺ ആണ് പറയുന്നത്. രണ്ട് സ്ട്രാൻഡാണ് DNAയുടെ, രണ്ട് സ്ട്രാൻഡിൻ്റെ രണ്ടും ഒരേ സൈറ്റിലാണ്, അതായത് 3 ബേസ് പെയർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവിടെയും ഒരേ ബേസ് പെയറിലാണ് അതിൻ്റെ കട്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ HE3 എന്ന് പറയുന്ന ഹീമോഫിലസ് ഈജിപ്റ്റസ് എന്ന് പറയുന്ന ഓർഗാനിസം കിട്ടുന്ന GGCC അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അടുത്ത സ്ട്രാൻഡിൻ്റെയും അതേ സൈറ്റിലാണ് ബ്ലെൻഡ് എൻഡ് പാറ്റേൺ എന്ന് പറയും. രണ്ടും ഒരേ സൈറ്റിൽ കട്ടിങ് ഉണ്ടാകുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് സ്റ്റിക്ക് ഓർ കൊഹസീവ് എൻഡ്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു പ്രൊട്രൂബൻസ് ഉണ്ടാവുന്ന രീതിയിൽ, അതായത്
ഒരു ഭാഗത്ത് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലും മറ്റു ഭാഗത്ത് കുറവുള്ള രീതിയിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ BAM-H1 എന്ന് പറയുന്ന ഒരു എൻസൈം, ഇതിൽ ഇതിൻ്റെ ഫസ്റ്റ് ബേസ് പെയർ കഴിഞ്ഞ ഉടനെയാണ് ഫസ്റ്റത്തെ സ്ട്രാൻഡിൽ കട്ട് ചെയ്യുക. എന്നാൽ സെക്കൻഡ് സ്ട്രാൻഡിലാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രൊട്രൂബൻസ് ഉണ്ടാകുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് EcoR1. അതുപോലെ തന്നെ SAU3A, HIND3 എന്നൊക്കെ പറയുന്ന എൻസൈംസുകളൊക്കെ ഈ സ്റ്റിക്കി കോഹെസീവ് എൻഡ് പാറ്റേൺ കീപ്പ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകളാണ്. Now the second method for isolation of target DNA is complementary DNA or DNA സി ക്ലോണുകൾ ഉണ്ടാക്കുക എന്നതാണ്. അപ്പം നമ്മളെ കയ്യിലുള്ള യൂക്കാരിയോട്ടിക് DNA എന്ന് പറഞ്ഞാൽ അതിൽ ഇൻട്രോൺസ് എക്സോൺസ് എന്ന് പറഞ്ഞ 2 പോർഷൻസുകളുള്ള ആവശ്യമായിട്ടുള്ള ജീൻസുകളും ആവശ്യമില്ലാത്ത ജീൻസുകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു mRNA കിട്ടും. mRNA നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്പ്ലൈസ് ചെയ്ത് റിമൂവ് ചെയ്യുക, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട്. അതിന് ഒരു സാധനത്തിനെയും റെപ്രസെൻ്റ് ചെയ്യാത്ത കുറേ പോർഷൻസ് ഓഫ് DNA അല്ലെങ്കിൽ RNA ഉണ്ടാവും. അതിനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന mRNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന mRNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കുക. കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കിയതിന് ശേഷം DNA പോളിമറേസ്, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ടാർജറ്റ് DNA സിന്തസിസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് മെത്തേഡ് പറഞ്ഞു ഷെയറിങ് ചെയ്തിട്ട്, മെക്കാനിക്കൽ ഷെയറിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇൻസേർഷൻ ഓഫ് ഐസൊലേറ്റഡ് ടാർജറ്റ് DNA ഇൻ ടു അപ്രോപ്രിയേറ്റ് വെക്ടർ. ഇവിടെ നമ്മൾ വെക്ടർ എന്താണെന്നുള്ളത് പറയും, അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇതിനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ടാണ് ടാർജറ്റ് DNA വെക്ടറുമായിട്ട് സ്പ്ലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ അല്ലെങ്കിൽ ഗം എന്ന് നമുക്ക് പറയാം DNA ലിഗേസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ലിഗേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ലിഗേഷൻ അല്ലെങ്കിൽ ബ്ലെൻഡ് ആൻഡ് ലിഗേഷൻ ഓർ യൂസിങ് ഫീച്ചർ കാണുന്നത്. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. നമ്മൾ ഇവിടെ ടാർജറ്റ് DNA ഈ പറയുന്ന DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കുന്ന സ്റ്റെപ്പിനെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ ഇത് ബ്ലെൻഡ് എൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ബ്ലെൻഡ് എൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലിങ്കേഴ്സ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് മാത്രമേ അതിനെ ലിഗേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള EcoR1 യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ്ഡ് ആക്കിയാൽ മാത്രമേ നമുക്കതിനെ വെക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നമുക്ക് കയ്യിലുള്ളത് സ്റ്റിക്കി എൻഡഡ് അല്ലെങ്കിൽ കൊഹസീവ് എൻഡഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അതിനെ ലിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇതുപോലെ പ്രൊട്രൂബൻസുകളുള്ള DNA കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക. നോ, എന്താണ് ഈ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തൊക്കെയാണ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ റെപ്ലിക്കോൺ. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ ഒറിജിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സെവറൽ മാർക്കർ ജീൻസ്. അതിൻ്റെ കൂടെ നമുക്ക് റീകോമ്പിനൻ്റ് DNA കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളാണെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു ജീൻ ഉണ്ടാവണം. ദെൻ യുണീക്ക് ക്ലീവേജ് സൈറ്റ്സുകൾ ഉണ്ടാവണം. ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. സോ ദീസ് ആർ ദ ഐഡിയൽ ക്യാരക്ടേഴ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐഡിയൽ വെക്ടർ. ഇനി ഏതൊക്കെയാണ് വെക്ടർ നമ്മൾ സാധാരണഗതിയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ റീകോമ്പിനൻ്റ് DNAയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോഫേജസ്, കോസ്മിഡ്സ്, TA പ്ലാസ്മിഡ്, artificial chromosome vector like human artificial chromosome, yeast artificial chromosome, bacterial artificial chromosome and shuttle vectors. ഇതിൽ പ്ലാസ്മിഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. കാരണം അതിനുള്ള ഒരു എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം. സോ എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലിൻ്റെ അകത്ത് ഉള്ള എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയലാണ് വിച്ച് ഡു നോട്ട് ഹാവ് എനി റോൾ ഇൻ വൈറ്റൽ ഫങ്ഷൻ ഓഫ് ദ സെൽ. അങ്ങനെയുള്ള ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. ഇറ്റ്സ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ഓർ ക്ലോസ്ഡ് സർക്കുലർ DNA എക്സിസ്റ്റ് ഇൻ ദ സെൽ ആസ് എൻ എക്സ്ട്രാ സെല്ലുലാർ യൂണിറ്റ്. They will replicate DNA, self-replicating DNA molecule. They will replicate and inherently
inherited independently. So it will transfer into new progeny also. Usually it contribute 0.5 to 5% of total DNA, and it can range 1 to 20 kilo base pairs. Okay, kilo base pairs എന്ന് പറയുന്ന സമയത്ത് 200 to 200 into 1000 അത്രയും ബേസ് പെയർ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയുമുള്ള റേഞ്ചുള്ള ഒരു എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽസുകളാണ്. ഇത് ക്യാൻ ബി ഐദർ സിംഗിൾ കോപ്പി ഓർ ഓൺ പ്ലാസ്മിഡ് ഡി എൻ എ. എത്രത്തോളം പ്ലാസ്മിഡുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് സിംഗിൾ കോപ്പി എന്ന് പറയുമ്പോൾ ഓൺ പ്ലാസ്മിഡ് ഇൻ ഡി എൻ എ, plasmid DNA per cell, then multiple copy or 1 to 20 genomes per cell എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാസ്മിഡിനെ ക്ലാസിഫൈ ചെയ്യാം. അനദർ ക്ലാസിഫിക്കേഷൻ is the conjugative which carry transfer gene, non conjugative do not carry transfer gene, then stingent plasmid ലിമിറ്റഡ് നമ്പർ ഓഫ് പ്ലാസ്മിഡ്സുകൾ ഉള്ളതാണ്, റിലാക്സ്ഡ് ലാർജ് നമ്പർ ഇൻ ഈച്ച് സെൽ, ദെൻ എഫ് പ്ലാസ്മിഡ് ഫെർട്ടിലൈസ് എഫ് ഫാക്ടർ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഓൺ ആയിട്ടുള്ള ട്രാൻസ്ഫർ ജീൻസുകളുള്ളതാണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ദെൻ റെസിസ്റ്റൻ്റ് ആൻറ്റിബയോട്ടിക്സുകളുള്ളതാണ് ആർ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതിന് ക്യാരി ചെയ്യുന്ന ജീൻസുകളുള്ള പ്ലാസ്മിഡിനെ പറയുന്ന പേരാണ് ആർ പ്ലാസ്മിഡ്, അതുപോലെ തന്നെ എഫ് പ്ലാസ്മിഡ്. എക്സാമ്പിൾ ഫോർ പ്ലാസ്മിഡ്സ് PBr 322, PBr 325, PBr 328, PBr 329. ഇതിൽ PBr 322 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലർ DNA ആണ്, വിച്ച് ഹാവ് ആൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് which have two marker genes, that is ampicillin resistant gene as well as tetracycline resistant genes, and it have lots of restriction sites for PST1, ECHO-R1, HIND3, BAM-H1 and SAT, SAL1. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ സൈറ്റുകളൊക്കെയുള്ള ഒരു വെക്ടറാണ് പ്ലാസ്മിഡ് വെക്ടർ എന്ന് പറയുന്നത് PBr 322. പ്ലാസ്മിഡ് എന്ന് കേൾക്കുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് PBr 322 എന്ന് പറയുന്നത്. സർക്കുലർ DNA, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ഇറ്റ്സ് ഹാവ് ആൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ and two marker gene for ampicillin resistant gene and tetracycline resistant genes, and it have a different restriction cycle for PS1, then ECHO-R1, HIND3, BAM-H1 and SAL1. So this is the plasmid vector 322. Now bacteriophage vector, second one is bacteriophage vector. Bacteriophage എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, എന്താണ്, ഒരു കോംപ്ലെക്സ് വൈറസ് ആണ്. അപ്പോൾ ഈ വൈറസും ഇതുപോലെ തന്നെ ഒരു സെല്ലിൽ നിന്ന് ജീനിനെ എടുത്ത് അടുത്ത സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നൊരു ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് അതും നമുക്ക് വെക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് DNA സെഗ്മെൻറ്റ്, നമ്മൾ ടാർഗറ്റ് DNA ലാർജ് സെഗ്മെൻറ്റിനെ ഇത് പ്ലാസ്മിഡിനേക്കാളും കൂടുതലായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ആൾസോ കോൾഡ് ആസ് ഫാഷ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള T60 ലാംഡ എന്നൊക്കെ, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേജ് 174 എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് നടക്കും. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ജീൻ ട്രാൻസ്ഫർ നടത്തുന്നത്. ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സൈക്കിൾസുകൾ നടക്കുന്നുണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ബാക്ടീരിയോഫേജ് ലാംഡ ആൻഡ് ബാക്ടീരിയോഫേജ് M13 എന്ന് പറയുന്നതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നൗ കോസ്മിഡ്സ്, പ്ലാസ്മിഡും ഫേജ് DNA, അതായത് ബാക്ടീരിയോഫേജും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വെക്ടറിനെ പറയുന്ന പേരാണ് കോസ്മിഡ് എന്ന് പറയുന്നത്. ബോത്ത് പ്ലാസ്മിഡ് ആസ് വെൽ ആസ് ബാക്ടീരിയോഫേജ്. ഇറ്റ് കണ്ടെയ്നിങ് ബാക്ടീരിയോഫേജ് ലാംഡ കോസൈഡ് വിത്ത് ലാംഡ ജീൻ ആൾസോ കാൾഡ് കോസ്. കോസ്മിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ലാംഡ കോസൈറ്റ് ലാംഡ ജീനുമായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഒരു വെക്ടറാണ് കോസ്മിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ TI പ്ലാസ്മിഡ്, പ്ലാന്റ് സെല്ലിലൊക്കെയുള്ള ഒരു വെക്ടറാണ് TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ലാംഡ ഫേജ് ആണ് നമ്മൾ ഈക്കോളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോറിൻ അതുപോലെ തന്നെ ഫോറിൻ DNA 5 to 25 കിലോ ബേസ് പെയർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഫോറിൻ DNA ക്യാരി ചെയ്യാൻ പറ്റുന്നത്
ഈസ്റ്റ് ക്രോമസോം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം 100 to 300 കിലോ ബേസ് പെയർസ് വരെ അത്രത്തോളം ഫോറിൻ DNA ക്യാരി ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നൗ മാർക്കർ ജീൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റീകോമിനൻ്റ് DNA ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർക്കർ ജീൻസുകൾ മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ PBR322 എന്ന് പറയുന്ന വെക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്ലാസ്മിഡ് വെക്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് റെസിസ്റ്റൻസ് ഫാക്ടേഴ്സുകളുണ്ടെന്ന് പറഞ്ഞാൽ ആംബിസിലിൻ അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ. അപ്പോൾ റീകോമിനൻ്റ് DNA ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വെക്ടറിലോട്ട് നമ്മൾ ആഡ് ചെയ്ത ഡിസൈഡ് DNA അതിലോട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഈ DNA ഉള്ള സെല്ലുകൾ ഒരു കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യിക്കുന്ന സമയത്ത് ആംബിസിലിൻ അല്ലെങ്കിൽ ടെട്രാസൈക്ലിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീനുകളുള്ള അതിലോട്ട് വെക്ടർ വന്നിട്ടുള്ള സെല്ലുകൾ മാത്രമേ ഈ പറയുന്ന മീഡിയത്തിൽ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഐസൊലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജീനുകളാണ് മാർക്കർ ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കർ ജീൻസുകളുള്ള വെക്ടേഴ്സുകളാണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നൗ there are two type of marker gene, reporter gene as well as selectable marker genes are there. Now third method is transfer or introduction of recombinant vector into an host cell. Third step is transfer or introduction of recombinant vector into an host cell. നമ്മൾ ജീൻ ട്രാൻസ്ഫറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ജീൻ ട്രാൻസ്ഫർ നടത്തുന്ന മെത്തേഡിനെയാണ് ഈ പറയുന്ന ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ത്രൂ എൻവിറോൺമെൻറ്റ് ആസ് എ ഫ്രീ നെക്കഡ് DNA ആയിട്ട് ജീൻ ട്രാൻസ്ഫർ നടത്തുന്നതാണ്. കോൺജുഗേഷൻ ഫ്രം വൺ സെൽ ടു അനദർ സെൽ ത്രൂ കോൺജുഗേഷൻ ട്യൂബ് ഓർ ഫിസിക്കൽ കോണ്ടാക്ട്. ട്രാൻസ്ഡക്ഷൻ, transfer of gene from one cell to another cell through an virus. Then electroporation by using electric pulses. Then liposuction, liposome mediated ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫേഴ്സുകളാണ്. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് DNA, മൈക്രോ ഇഞ്ചെക്ഷൻസ് and particle bombardment method are used for transfer of recombinant vector into host cell. So these are the different methods. Now host cell, what are the different host cells used for the factory of cloning എന്നുള്ളതാണ്. അതിനുള്ളതാണ് പ്രോകാരിയോട്ടിക് ഹോസ്റ്റ് സെൽ, ഈക്കോളി, ബാസിലസ് സബ്റ്റിലിസ്, സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഹോസ്റ്റ് സെല്ലുകളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. യൂക്കാരിയോട്ടിക് ഹോസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഫംഗൈ, അനിമൽസ്, പ്ലാന്റ് സെൽസ്, ഫംഗൈ, ഈസ്റ്റ്, ആസ്പെർജില്ലസ്, നീഡുലസ് എന്നൊക്കെ പറയുന്ന ഓർഗാനിസംസുകളാണ് ഹോസ്റ്റ് സെല്ലുകളായിട്ട് യൂസ് ചെയ്യാം. ദെൻ അനിമൽസ്, ഊസൈറ്റ്, മെമാലിയൻ സെൽ, ഹോൾ ഓർഗാനിസം യൂസ് ചെയ്യാറുണ്ട്. പ്ലാന്റ് സെൽ, പ്രോട്ടോപ്ലാസ്റ്റ് സെൽസുകളൊക്കെ യൂസ് ചെയ്യും, ഹോസ്റ്റ് സെല്ലുകളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ അകത്താണ് ജീൻ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതും ജീൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് റീകോമിനൻറ്റ് ജീൻ. ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. കോളനി ഹൈബ്രിഡൈസേഷൻ ബൈ റെപ്ലിക്ക പ്ലേറ്റ് മെത്തേഡ്, hybrid released translation method, immunochemical detection, polymerized chain reaction, protein interaction. These are the different methods or technique used to identify as well as isolation of recombinant DNA. Now last one is gene expression. So this is an essay question. അത് 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും, സ്റ്റെപ്പുകളും അതിൻ്റെ ഫ്ലോ ചാർട്ട്. ദെൻ 10 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് മോളിക്കുലാർ ടൂൾസുകളും ഈച്ച് സ്റ്റെപ്പും എക്സ്പ്രസ് ചെയ്തിട്ട് എഴുതുക. ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് ഒറ്റ വേർഡിൽ എക്സ്പ്രസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. എന്താണ് ജീൻ ക്ലോണിങ് എന്നുള്ളതാണ്. ഇതിൻ്റെ വേറൊരു ടേമാണ് പറഞ്ഞു, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. What is a gene clone? It's a cell or collection of cell that is genetically identical to another cell or collection of cell. Now gene cloning, isolation, it is defined as the isolation and amplification of individual gene sequence by insertion of that individual gene sequence into the bacterium where it can replicate. നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനിനെ റെപ്ലിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ബാക്ടീരിയൽ സെല്ലിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ സെല്ലിൽ നിന്ന് ഉണ്ടാവുന്നതാകുമ്പോഴാണ് അതിനെ ക്ലോൺ എന്ന് പറയുന്നത്.
ഓക്കെ, ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള അനദർ സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ജീൻ ക്ലോണിങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇത് അനിമൽസിലോട്ട് വരുന്ന സമയത്ത്, കുറച്ചും കൂടി വലിയ ഓർഗാനിസത്തിലോട്ട് വരുന്ന സമയത്ത് അതിനെ പറയുന്ന പ്രോസസ്സാണ് ട്രാൻസ്ജെനിസിസ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ എക്സോജീനസ് ജീൻ ഇൻ ടു എ ലിവിങ് ഓർഗാനിസം so that the organism will exhibit a new property and transmit that property to offsprings to create, maintain and stable and heritable character. ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള അനിമൽസുകളുണ്ട്, കാറ്റിൽസുകൾ, ഷീപ്പുകൾ, ഇതൊക്കെ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ചില അഡ്വാൻറ്റേജസുകൾ ഉണ്ടാകും. ചിലപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പോൾ ഷീപ്പ്, നമ്മൾ വൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വൂൾ ഉണ്ടാക്കാൻ ക്വാണ്ടിറ്റി കൂട്ടുക എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജീൻസുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു ഷീപ്പിൽ എന്തെങ്കിലും DNA ആൾട്ടർ ചെയ്തിട്ടല്ല നടക്കുക. ആ ഷീപ്പ് നോർമലായിട്ട് ഉണ്ടാവുന്നൊരു പ്രോസസ്സുണ്ട്, ഫെർട്ടിലൈസ് അല്ലെങ്കിൽ ഓവം സ്പേം കമ്പൈൻ ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്ന സ്റ്റേജ്, ഫെർട്ടിലൈസേഷൻ സ്റ്റേജിൽ DNA ആൾട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സ്, ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നോർമലായിട്ട് നാച്ചുറലായിട്ട് നടക്കുന്ന രീതിയിൽ നടക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ജീൻസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ജീൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനിമൽസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളുണ്ട്. വൈറൽ വെക്ടേഴ്സ്, റിട്രോ വൈറൽ വെക്ടർ മെത്തേഡ് യൂസ് ചെയ്യാം, മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം, എംബ്രിയോണിക് സ്റ്റെം സെൽ മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. ആ എംബ്രിയോണിക് സ്റ്റേജിലുള്ള സ്റ്റെം സെൽസുകൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ജീൻ ക്ലോണിങ് നടത്തുന്ന പ്രോസസ്സാണ് ലിപ്പോസോം, പ്ലാസ്മിഡ് വെക്ടേഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രാൻസ്ജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ പറ്റും. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് മെയിനായിട്ട്. ഇറ്റ്സ് എൻ പവർഫുൾ ടൂൾ ഫോർ സ്റ്റഡിയിങ് ജീൻ എക്സ്പ്രഷൻ, ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ഹയർ ഓർഗാനിസം ആൻഡ് ബിസൈഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് their genetic characteristic. And these animals serve as a good model for understanding of human diseases and to improve the quality of milk, egg and wool production. അങ്ങനെയുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ജീൻസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള അനിമൽസുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിഫറെൻ്റ് അനിമൽസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെനിസിസ് നടത്തിയിട്ടുള്ളത് ഫസ്റ്റ് അനിമൽ എന്ന് പറയുന്നത് ഒരു മൗസ് ആയിരുന്നു, സൂപ്പർ മൗസ് എന്ന് പറയും. റാറ്റ് ജീൻ ഫോർ ഗ്രോത്ത് ഹോർമോൺ ഇൻ ടു മൗസ് ജീനോ, അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു ട്രാൻസ്ജെനിസിസ് പ്രോസസ്സ് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സൂപ്പർ മൗസ് എന്ന് പറയുന്നത്. റാറ്റും മൗസും തമ്മിലുള്ള വ്യത്യാസം ചുണ്ടലിയും എലിയും. ഓക്കെ, അപ്പോൾ ഈ വലിയ എലിയുടെ ഗ്രോത്ത് ഫാക്ടർ ജീനോമിനെ എടുത്തിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ നടത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സൂപ്പർ മൗസ് എന്ന് പറയുന്നത്. അതർ അനിമൽസ് ആർ റാബിറ്റ്, റാറ്റ്, പിഗ്, കൗ, ഗോട്ട്, ഷീപ്പ് അങ്ങനെ പറയുന്ന ഓർഗാനിസത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഹ്യൂമൻ മൗസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസീസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡിഫറെൻറ്റ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഓർഗൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ മൗസ് വിത്ത് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ജീൻസിനെ എടുത്തിട്ട് മൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് കിട്ടിയ ഹ്യൂമൻ മൗസ് എന്ന് പറയുന്ന ട്രാൻസ്ജെനിക് അനിമൽസ്. അതുപോലെ തന്നെ അൽഷിമേഴ്സ് മൗസ് എന്ന് പറയും. അമിലോയിഡ്, സാധാരണ അൽഷിമേഴ്സ് പേഷ്യൻസ് ഡെത്തായി കഴിഞ്ഞാൽ അവരുടെ ഡെഡായിട്ടുള്ള നെർവ്സുകൾ എടുത്തിട്ട് നമ്മൾ ഫെർട്ടിലൈസ്ഡ് എഗ് ഓഫ് മൈസിൽ ചെയ്യുന്നതാണ് അൽഷിമേഴ്സ് മൗസ് എന്ന് പറയും. ദെൻ ഓങ്കോമൈസ്, transgenic mice by introducing chimeric DNA consisting of ongo C mice section into mammary tumors virus into fertilized mouse, that is. And prostate mouse by joining oncogenes of prostate cancer with viral promoters. Then knockout genes, പറയുന്ന ജീൻസ് ഇല്ലാത്ത മൗസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി മൗസ് എന്ന് പറയും. അതിൽ ബി ലിംഫോസൈറ്റ് സെല്ലുകൾ ഉണ്ടാക്കുന്ന ജീൻസിനെ ഒഴിവാക്കിയിട്ടുള്ള സംഗതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്കിഡ് എന്ന് പറയും, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ദെൻ നോക്കൗട്ട് മൗസ് ഫോർ അലർജി, IgE ആൻറ്റിബോഡി ഉണ്ടാവുന്ന ജീൻസിനെ റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ട്രാൻസ്ജെനിസിസ് ഇങ്ങനെ നടത്തിയിട്ടുള്ളതാണ് നോക്കൗട്ട് മൗസ് ഫോർ അലർജി എന്ന് പറയും. ദെൻ അനിമൽസിലോട്ട് വരുന്ന സമയത്ത് ട്രാൻസ്ജെനിക് കാറ്റിൽസ്, വൈറൽ ബാക്ടീരിയൽ പാരസൈറ്റിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാറ്റിൽസുകൾ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ദെൻ ട്രാൻസ്ജനിക് ഷീപ്പ് ആൻഡ് ഗോട്ട് ഇൻക്രീസ്ഡ് വൂൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഷീപ്പ് ആൻഡ് ഗോഡ്സിനെ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ട്രാൻസ്ജനിക് പിഗ്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് അതുപോലെ തന്നെ ഹാർവെസ്റ്റിംഗ് ഹ്യൂമൻ ഓർഗോൺസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ജനിക് പിഗ്സ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ജനിക് ചിക്സ് ഡെവലപ്മെൻറ്റ് വിത്ത് റെസിസ്റ്റൻറ്റ് ടു വൈറൽ ആസ് വെൽ ആസ് ബാക്ടീരിയൽ ഡിസീസസ് ഉള്ള രീതിയിലുള്ള ട്രാൻസ്ജനിക് ചിക്കൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രാൻസ്ജനിക് ഫിഷ് ഇൻക്രീസ്ഡ് ഗ്രോത്ത് ആൻഡ് സൈസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ജനിക് ഫിഷസുകൾ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് transgenic animals and its applications. Now these are all about genetic engineering or recombinant DNA technology. So thank you for watching this video.